ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1786. ഇന്ന് നവംബർ മാസം 20-ാം തീയതി. ഈ ആണ്ടിലെ 325-ാമത്തെ ദിവസത്തിലെത്തി. കുറെ കൂടി കേൾക്കുന്ന മനുഷ്യരാകണമെന്നൊരു ഓർമ്മപ്പെടുത്തൽ നമ്മുടെ തലയ്ക്ക് മീതെ മുഴങ്ങി നിൽക്കട്ടെ. നിങ്ങൾ കാതുണ്ടായിട്ടും കേൾക്കുന്നില്ല, കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ല, ഹൃദയമുണ്ടായിട്ടും ഒന്നും ഉള്ളിൽ സൂക്ഷിക്കുന്നില്ല എന്നൊരു പരാതി ഉന്നയിച്ചത്, എന്നെക്കുറിച്ച് അങ്ങനെ ഒരു പരാതി ഉന്നയിച്ചത് സാക്ഷാത് ക്രിസ്തു യേശു തന്നെയാണ്. അതുകൊണ്ട് കുറെ കൂടി കാര്യമായിട്ടൊന്ന് കേൾക്കാനായിട്ട് നമുക്കും മനസ്സ് വെച്ചാലോ. പറയുന്നത് മുഴുവൻ കേൾക്കാൻ ആരെങ്കിലുമൊക്കെ തയ്യാറായാൽ ആ പ്രശ്നങ്ങൾ പറഞ്ഞു വരുമ്പോൾ പാതിയാവുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ഒരു ആശ്വാസമാകും. കേട്ടതിന് ശേഷമുള്ള നിർദ്ദേശങ്ങൾക്കല്ല പ്രാധാന്യം, നിർദ്ദേശങ്ങളല്ല അവരും പ്രതീക്ഷിക്കുന്നത്, കേൾവി തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസവും പരിഹാരമൊക്കെ. പ്രസിദ്ധ എഴുത്തുകാരനായ ആന്റൺ ചെക്കോവിന്റെ ദുഃഖമെന്നൊരു കഥയുണ്ട്. അയോണ എന്ന കുതിരവണ്ടിക്കാരനാണ് കഥയിലെ നായകൻ. അയോണ എന്ന കുതിരവണ്ടിക്കാരന്റെ ഏക മകൻ മരിച്ചു. ആ സങ്കടരാത്രികളിലൊന്നില് അദ്ദേഹത്തിന് സവാരിക്ക് കിട്ടിയത് കർക്കശക്കാരനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെയാണ്. വേർപാടിന്റെ വേദനയിൽ അലക്ഷ്യമായി വണ്ടി ഓടിച്ചതുകൊണ്ട് കുതിര എങ്ങനെയോ വഴിമാറി കുറെ ദൂരം ഓടി. അതിന് വഴിനീളെ ശകാരിച്ച ഉദ്യോഗസ്ഥനോട് തന്റെ മകൻ മരിച്ച വിവരം പറഞ്ഞെങ്കിലും അത് തീരെ ഗവനിച്ചില്ല. വണ്ടി വേഗം ഓടിക്കാനാണ് ഉദ്യോഗസ്ഥൻ അപ്പോഴും ആവശ്യപ്പെട്ടത്. പിന്നീട് കയറിയ 3 ചെറുപ്പക്കാരോടും അയാൾ തന്റെ വിഷമം പറഞ്ഞെങ്കിലും താല്പര്യം കാണിക്കാതെ അവരും പറഞ്ഞത് എല്ലാവരും ഒരു ദിവസം മരിക്കേണ്ടതല്ലേ എന്ന് മാത്രമാണ്. കുതിരാലയത്തിലെത്തി തന്റെ സുഹൃത്തിനോട് സങ്കടം പങ്കുവെക്കാനായിട്ട് നോക്കിയപ്പോ അയാൾ അതിനോടകം ഉറക്കത്തിലേക്ക് പോയിരുന്നു. അവസാനം അയോണ എന്ന കുതിരവണ്ടിക്കാരൻ തന്റെ വിഷമം മുഴുവൻ തന്റെ കുതിരയോട് പറയുകയാണ്. തലകുനിച്ചു നിന്ന് അത് യജമാനന്റെ ദുഃഖം മുഴുവൻ കേൾക്കുന്നു. ആന്റൺ ചെക്കോവിന്റെ കഥ വായിക്കുമ്പോൾ അറിയാതെ കണ്ണു നിറയുന്നുണ്ട്. ആ കുതിരയോടുള്ള ഒരു സ്നേഹം വല്ലാതെ കൂടുന്നുണ്ട്. ഞാനും ഇങ്ങനെ അവഗണിച്ചു കളഞ്ഞ അനേക മനുഷ്യരെ ഓർത്ത് ഹൃദയമൊന്ന് വല്ലാതെ നുറുങ്ങുന്നുണ്ട്. ശരിയാണ്, ഏറ്റവും വലിയ സങ്കടങ്ങൾ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അപ്പോൾ ആവും കേൾക്കാനായിട്ട് ആരും ഉണ്ടാകുന്നില്ല എന്ന ഒരു സങ്കടത്തെ, ദുരന്തത്തെ നമ്മൾ നേരിടുന്നത്. അതോടൊപ്പം അതിനൊരു മറുവശം കൂടിയുണ്ട്. നമ്മളും ആരെങ്കിലുമൊക്കെ ഈ കാലത്തിനിടയിൽ കേൾക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അവിടെയും ഒരു തിരുത്തലുകൾ വരുത്തണ്ടേ? എന്റേത് കേൾക്കാൻ ആരെങ്കിലും അന്വേഷിക്കുന്നതിനോടൊപ്പമോ അതിനു മുമ്പോ എല്ലാവരുടെയും ഒക്കെ കേൾക്കാൻ പറ്റുന്നില്ലെങ്കിലും ചുറ്റുമുള്ള ആരെയെങ്കിലും കുറച്ചുപേരെയെങ്കിലും കാര്യമായിട്ടൊന്ന് മനസ്സ് തുറന്ന് ആത്മാർത്ഥതയോടെ കേൾക്കാനായിട്ട് ഞാനും ഒരുങ്ങാം. അത് ക്രിസ്തുയേശു തന്ന നല്ലൊരു മാതൃക കൂടിയാണ്. ആമേൻ.